ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഫാത്തിമ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. 2 നിലകളിലായി 50ഓളം മുറികളാണ്, അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള മുറികളാണ് വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചിരിക്കുന്നത്. 100ഓളം സ്റ്റുഡൻസ് ആണ് ഈ ഹോസ്റ്റലിൽ താമസിച്ച് വിവിധ എൻട്രൻസ് എക്സാമുകൾക്കായി തയ്യാറെടുക്കുന്നത്. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിന് മുൻഭാഗത്ത് ദൃശ്യമാവുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഒപ്പം അതിവിശാലമായ ഹോസ്റ്റൽ മുറ്റത്തുകൂടി നടന്നും റിലാക്സ് ചെയ്ത് പഠിക്കുവാനും സാധിക്കും എന്നത് ഈ ഹോസ്റ്റലിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ്. വിദ്യാർത്ഥികൾക്ക് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ ശാന്തമായി തന്നെ പഠിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ബ്രില്യൻറ്റിനോട് ചേർന്നുള്ള ഈ ഹോസ്റ്റലിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഫാത്തിമ ഹോസ്റ്റലിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഫാത്തിമ ഹോസ്റ്റലിലെ വാർഡന്മാരാണ്, 3 വാർഡന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മിസ്സുമാരോട് തന്നെ ചോദിക്കാം. മിസ്സേ, എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഫാത്തിമ ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മൾ ഫാത്തിമ ഹോസ്റ്റൽ സ്റ്റുഡൻസിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള റൂമുകളാണെല്ലാം. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ടേബിളും ചെയറും റാക്കും ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ബുക്കുകൾ വെക്കാനൊക്കെ ആയിട്ട് 24 അവർ നമ്മൾ വിളിച്ചാൽ വരുന്ന മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്. പിള്ളേർക്ക് വേറെ ഡിസ്റ്റർബൻസ് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിസ്റ്റർബൻസും വരുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടി ഉണ്ട് അവർക്ക് പഠിക്കാനായിട്ട്. മിസ്സേ, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ആ ഒരു സംവിധാനമൊക്കെ? ഇപ്പോൾ നമുക്കറിയാം ബ്രില്യൻറ്റിൽ തന്നെ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അതിൽ 24 അവർ ഹൈ വൈഫൈ ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ചോദിക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പം ഈ ഓൺലൈനൊക്കെ അവർക്ക് ഒത്തിരി ഉപകാരപ്പെടും. കൂടുതലായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ വൈഫൈ ആക്സസ് ഒക്കെ. ഓക്കെ. അതുപോലെ തന്നെ മിസ്സേ, നമുക്കിവിടെ ഏതെങ്കിലും സ്റ്റുഡൻസിന് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ആവശ്യങ്ങൾ വന്നാൽ ഇതുപോലെ ഇപ്പോൾ മിസ്സ് പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത്? പെട്ടെന്നൊരു കുട്ടിക്ക് വയ്യായിക വന്നാൽ നമുക്കിവിടെ പെട്ടെന്ന് സിക്ക് റൂമുണ്ട്. അതല്ലാതെ ഇവിടെ വാഹന സൗകര്യം അവൈലബിൾ ആയിട്ടുണ്ട്. ഏതൊരു സമയത്ത് വിളിച്ചാലും ഉടൻ തന്നെ ഇവിടെ വാഹനം എത്തിയിരിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം നല്ല മെഡിക്കൽ സൗകര്യം ഇവിടെ ഹോസ്റ്റലിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടികൾ എങ്ങനെയാണ്, പൊതുവെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയാറ്? അവർക്ക് ഇഷ്ടമാണോ ഇവിടുത്തെ ഫുഡൊക്കെ? അത് ഇഷ്ടമാണ്. വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഫുഡാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് സംസാരിച്ചപ്പം അവർ പറഞ്ഞൊരു മെയിൻ കാര്യം ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ? ഇവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിട്ടൊരു ചേച്ചിയുണ്ട്, സുനിത ചേച്ചി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എന്നും അത് ടോയ്ലറ്റുകളാണേലും കുട്ടികളുടെ റൂമാണേലും നല്ല നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അങ്ങനെ അൺഹൈജീനിക് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ മിസ്സേ, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എങ്ങനെയൊക്കെയാണ്? ബ്രില്യൻറ്റിൻ്റെ വാഹനത്തിൽ തന്നെയാണ് കുട്ടികൾ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവിടുന്നതും. രാവിലെ കറക്റ്റ് ടൈമിൽ ബ്രില്യൻറ്റിൻ്റെ ബസ് വരും. അതുപോലെ തന്നെ തിരിച്ച് അവരെ ഡ്രോപ്പ് ചെയ്യാനാണെങ്കിലും കറക്റ്റ് ക്ലാസ് കഴിയുന്ന സമയത്ത് അവരെ തിരിച്ചിവിടെ കൊണ്ടുവിടുന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിൽ ഫുൾ ടൈം ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും പേടിക്കാതെ രാത്രി സമയത്തിരുന്ന് അവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് ഫാത്തിമ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.